ഇത് രണ്ടുപേരും എല്ലാ ദിവസവും ഉള്ളതാണ്. രാത്രി 8 മണി തുടങ്ങി രാത്രി 10:30 11 മണി വരെ ഇതുങ്ങൾ കളിയാ. കിടക്കാൻ പറഞ്ഞാൽ കിടക്കാറില്ല. കുഴപ്പമില്ല, കളിക്കട്ടെ. പക്ഷെ പകല് കളിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ രാത്രിയില്ലേ പിള്ളേരുടെ സൗണ്ടൊക്കെ ഒത്തിരി ആയി കഴിയുമ്പം നമ്മുടെ നെയ്ബേഴ്സ് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ഇവരോട് പറഞ്ഞ ഇവർക്കത് മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല. ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. കുഞ്ഞുണ്ണിയുടെ ഡാൻസ് അരങ്ങേറ്റായിരുന്നു ഇവിടെ. ഇതിനു മുമ്പ് കളിക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ബോളിവുഡ് ഡാൻസ് പഠിപ്പിക്കുന്ന ആളുണ്ട് കേട്ടോ. മാഷുണ്ട്. അപ്പം അബി എന്നാണ് പേര്. അപ്പം ആളുടെ അണ്ടറിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വക്കറ്റാനയിലാണെങ്കിൽ ലൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഇവരുടെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിച്ചു. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അതായത് ഒരു സ്റ്റേജ്, ഒരു ഓപ്പൺ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. കോൺഫിഡൻസ് കൂടാനും കാര്യങ്ങൾക്കൊക്കെ. എന്തായാലും ആള് നന്നായിട്ട് കളിച്ചു. അത് കഴിഞ്ഞതേ നമ്മളിതേ വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച്. അവിടെ നിന്ന് കഴിച്ചത് നാച്ചോസ്. അത് പിള്ളേർക്ക് കഴിച്ച് നമുക്ക് അത്ര വിശപ്പ് മാറില്ലല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി കഴിച്ച് നമ്മുടെ വയറൊക്കെ വലുതായിപ്പോയി. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മതി. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ കുഞ്ഞാറ്റ വലിയതൊന്നും കഴിക്കത്തില്ല. ഇച്ചിരി ഐസ്ക്രീം ആണ് ആൾക്ക് ഇഷ്ടം. അച്ഛൻ അങ്ങനെ ഇവിടത്തെ ഫുഡൊന്നും ഇതുവരെ അഡ്ജസ്റ്റ് ആയിട്ടില്ല. ഞാൻ അവിടെ വല്ല പഴംപൊരിയോ പരിപ്പോടിയൊക്കെ കിട്ടുമെന്ന് നോക്കിയാൽ നടപടിയില്ല. അത് ആളങ്ങനെയാണ്. ആളങ്ങനെ കഴിക്കത്തില്ല. അത് കാണുമ്പോ തന്നെ അറിയാം. ആൾക്ക് നാട്ടിലെ ഫുഡാണ് ഇപ്പോഴും പ്രിയം. ഞാൻ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കും. നമ്മളെ പിടിച്ചതിനകത്ത് എല്ലാ സാധനവും നമ്മൾ കഴിക്കണം. അങ്ങനെയാണ് എന്റെ പോളിസി. ഇവിടെ നേരെ തിരിച്ചായിട്ടോ. അപ്പൊ ഇവിടെ വന്നു. ഇവിടെ രാത്രി ശരിക്കും പറഞ്ഞ 9:30 പക്ഷെ ഇതുങ്ങള് കിടക്കത്തില്ല. ഒരു 10 മണി 10:30 11 മണിയെങ്കിലും ആവണം ശരിക്കും ഒന്ന് ഉറക്കം പിടിക്കണമെങ്കിൽ. 8 മണിക്ക് ശേഷം ഇവരിവിടെ കളി തുടങ്ങും. കളി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിമേളം കഴിഞ്ഞ ഒരു 10:30 വരെ കളിയായിരിക്കും. ഒച്ചയെടുക്കരുതെന്നൊക്കെ പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. അതങ്ങനെ അങ്ങ് പോകും. അപ്പൊ ദേ നമുക്ക് 3 പേരാണ് കേട്ടോ ഉള്ളത് പിള്ളേര്. ഇത് മൂത്തയാള് ഇവാൻ, നമ്മുടെ ടെസമോള്, അവിടെ ഞങ്ങളിപ്പോ കുറച്ച് നാള് കൂടി ഒന്ന് പുറത്തിറങ്ങി പിന്നെ രാത്രി ഇറങ്ങിയിട്ടില്ല. രാത്രി ആയില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ 5 മണി വിന്റർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടുന്നു എന്നുള്ളൂ. രാത്രിയല്ല ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ, വൈകുന്നേരം ഇറങ്ങിയത്. ഇരുട്ടായിരുന്നു. തണുപ്പ് ഇന്ന് കുറവായിരുന്നു. ആക്ച്വലി ഇന്ന് മഴയായതുകൊണ്ട് അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി തണുപ്പിന്റെ എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. ചൂട് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും ചൂടാണ്. അതുകൊണ്ട് ഇവിടെ ഹീറ്റ് പമ്പ് പോലെ ഞാൻ ഇടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ആൾക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് പെട്ടെന്ന് തണുക്കും. പക്ഷെ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. പുറത്തിറങ്ങിയപ്പോ വലിയ തണുപ്പൊന്നുമില്ല. നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് പരിപാടികളൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞോക്ക് ഹീറ്റ് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പറയും ഹീറ്റ് ഇടാൻ പറയും. ഞാൻ പിന്നെ ഞാൻ എപ്പോഴും സ്വെറ്റർ ഇട്ടിരിക്കുന്നത്. എപ്പോഴും സ്വെറ്റർ വേണം. മീൻസ് തണുപ്പ് ആൾക്ക് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇച്ചിരി ചൂടിടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബോഡി ഹീറ്റ് ആവും. അതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം. പിള്ളേർക്കും ചൂടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് തണുപ്പിനെക്കാട്ടിലും. കുഞ്ഞാറ്റനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ തണുപ്പുണ്ടെങ്കിലും പുതപ്പൊന്നും പുതയ്ക്കാൻ ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞുണ്ണിക്കും അങ്ങനെ തന്നെയാണ്. വലിയ തണുപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആക്കടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ പോലെ ആയിരുന്നേ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ഞങ്ങൾ ഇപ്പം വിടേണ്ടി വരത്തില്ല. നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളുകൾ, ഉത്സവങ്ങൾ പോലെ ഇവിടെ ചെറിയൊരു പരിപാടി. ഇവിടുത്തെ എല്ലാ വർഷവും ഉള്ള പരിപാടിയാണ്. നന്നായിട്ട് ആളുകളുണ്ടായിരുന്നു. നമ്മുടെ മലയാളികളുണ്ടായിരുന്നു. അതെ, പക്ഷെ ഇവിടെയുള്ള ഇംഗ്ലീഷുകാരും ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ കൂടിയുള്ള ഒരു പരിപാടി. അത് ഇവിടുത്തെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അല്ലെ കാഴ്ചകൾ അങ്ങനെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടില് പെരുന്നാളായി അല്ലെ, ഉത്സവമായി, ആ പരിപാടികളായി, ഈ പരിപാടികളായി, അങ്ങനെ ഒത്തിരി എന്റർടൈൻമെന്റ് പരിപാടികളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇന്ന് എൻജോയ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു അല്ലേ. പിന്നെ എന്നായിരുന്നു, ഇനി ഇതുങ്ങളെ ഒന്ന് ഉറക്കണം. അടുത്ത ഉറക്കല്ല പരിപാടിയാണ്. അപ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് പകലാവാൻ സമയമായി. 3ാമത്തെ ആൾക്ക് രാത്രിയാണ് പകല്. അപ്പൊ പകലും രാത്രി ഇതുവരെ തിരിഞ്ഞു മാറി. ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞ ഗുഡ് നൈറ്റ് വരാം. Good night.